വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. പിന്നെ ഈ വീഡിയോയിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. സോ അതിലൊന്നാണ് ഇപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഞാനത് എഡിറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു കണ്ടത് വീഡിയോ തലതിരിഞ്ഞ് പോയിന്ന്. പിന്നെ ഇതുപോലത്തെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവാം. സോ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ പിന്നെ ഞാൻ രാവിലെ തന്നെ ചായ കുടിച്ചു. പിന്നെ ഇന്ന് ഞാൻ നല്ല പ്രൊഡക്റ്റീവായിട്ടാണ് ദിവസം കൊണ്ടുപോകണമെന്നായിരുന്നു വിചാരിക്കുന്നത്. ആൻഡ് പ്രൊഡക്റ്റീവായി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മൈൻഡ് റിലാക്സേഷൻ പോലെ തോന്നും കേട്ടോ. പിന്നെ രാവിലെ തന്നെ ചായ കുടിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഫുഡ് കഴിച്ചു. ഫുഡ് ബിരിയാണി ആയിരുന്നു. സോ അതുകൊണ്ട് സൂപ്പറായിട്ട് രസിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. സോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുളിച്ചിട്ട് വന്ന് ഞാൻ മുടി ഉണക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിതുപോലെ മുടി ഉണക്കുന്ന സമയം എനിക്ക് ഹീറ്റർ ഉപയോഗിച്ച് ഞാൻ അവിടെ കേട്ടിട്ടുണ്ടായിരുന്നു. ഹീറ്റർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുടി കുറച്ചും കൂടി കൊഴിയാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഫാനിലാണ് ഉണക്കിയത്. അപ്പോൾ മുടി വിരിച്ചതുപോലെ ഉണക്കിയിട്ട് കെട്ട് കൈ കൊണ്ട് തന്നെ എടുത്താക്കിയതായിരുന്നു. പിന്നെ എൻ്റെ ജഗ്ഗിൽ ഞാൻ വെള്ളം നിറയ്ക്കാൻ വേണ്ടി പോയി. എന്നിട്ട് വെള്ളമൊക്കെ നിറച്ച് ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് എൻ്റെ ടേബിളിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ഇതുപോലത്തെ ഒരുപാട് ക്രാഫ്റ്റ്സ്, ഒരുപാട് ഡേ ഇൻ മൈ ലൈഫ്, ഒരുപാട് ഈവനിങ് വ്ളോഗ്, ഈവനിങ് റുട്ടീൻസ് ഒക്കെ വരുന്നതായിരിക്കും. പിന്നെ ഒരു ബ്രൗണിയും കഴിച്ചു. ബ്രൗണി ഈസ് മൈ ഫേവറേറ്റ് വൺ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ബ്രൗണി എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് പൊമിഗ്രാനൈറ്റ്, എനിക്കറിയില്ല ഇതിനി വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആവുമെന്ന്. എന്നിട്ട് പിന്നെ ഞാനത് കുറേ നേരം കഴിച്ചു. കുറേ നേരമൊന്നുമല്ല, ഒരു 10 മിനിറ്റൊക്കെ കഴിച്ചിട്ടിരുന്നിട്ട് പിന്നെ ഞാൻ ഇതൊരു 1 മണി 2 മണിയായി. അപ്പോഴേക്കും ഞാൻ വേഗം പോയിട്ട് എൻ്റെ മുടിയൊക്കെ കെട്ടാൻ വേണ്ടി എടുത്തു. ഇതാണ് എൻ്റെ ചെറുപ്പ്. മുടിയൊക്കെ കെട്ടിയിട്ട് അങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ മുടിയൊക്കെ കെട്ടിയെടുത്തു. എനിക്ക് പിന്നെ വേറെ ഹെയർ സ്റ്റൈൽസ് ഒന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ 2 ഭാഗം കെട്ടി. പിന്നെ ഞാൻ കുറച്ച് നേരം എൻ്റെ ഗാർഡനൊക്കെ പോയി കറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ലൈറ്റ്നിങ്ങിൽ ഇത് നല്ല രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാനിട്ട് നെയിൽ പോളിഷ് ആയിരുന്നു അന്ന് നമ്മൾ കാണിച്ച അതേ ബ്രൗൺ ആണ്. കുറച്ചും കൂടി ലൈറ്റായിട്ട് അടിക്കാൻ നോക്കിയതാണ്, പക്ഷെ എങ്ങനെയുണ്ടെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ എൻ്റെ ടെറസിൻ്റെ മുകളിലൊക്കെ പോയിട്ട് ഇത്തിരി ഒന്ന് നോക്കി. കാരണം അത് കുറച്ചും കൂടി നമുക്കൊരു എന്താ പറയുക, കുറച്ചും കൂടി റിലാക്സ് ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാനിരുന്നുള്ള വെള്ളമൊക്കെ കുടിച്ചിട്ടിരുന്നു. ഞാൻ ഈ ജഗ്ഗിലാക്കിയപ്പോൾ കുറച്ചും കൂടി വെള്ളം കുടിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഇത് ഞാനായിട്ട് ഉണ്ടാക്കുന്ന പ്ലാനറാണ് കേട്ടോ. 2026 വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്ലാനറാണ്. സോ ഇതെങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. ആ സ്റ്റിക്കർ ഒട്ടിച്ച് ചെറിയ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു, അതിനെ മായ്ക്കാൻ വേണ്ടിയിട്ട് കവായി സ്റ്റിക്കർ എടുത്ത് ഒട്ടിച്ചാണ്. അപ്പോൾ നമ്മുടെ കവായി സ്റ്റിക്കർ ഒട്ടിച്ചു. പിന്നെ ആ ഒരു പേജ് ജേർണലിങ്ങിന് വേണ്ടി വിട്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കി ജോലി ഞാൻ ഇരുന്ന് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ബാക്കി ജോലി. അപ്പോൾ അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക, ടൈം കുറച്ച് പോവുമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അതും കുറേ നേരം ഇരുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേസ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാനതിൽ എനിക്ക് കുറച്ചും കൂടുതൽ ഇഷ്ടമായത് സ്ട്രോബെറിൻ്റെ ആയിരുന്നു. അതുകൊണ്ട് സ്ട്രോബെറിൻ്റെ തന്നെ മൂഡ് ട്രാക്കർ ചെയ്തിട്ട് ലാസ്റ്റ് അതിൽ വരുന്ന കുത്തൊക്കെ വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു എൻ്റെ മൈൻഡിൽ. പിന്നെ ഞാൻ വീണ്ടും എടുത്ത് വെള്ളം കുടിക്കുന്നുണ്ട്. എനിക്ക് ഈ ജഗ്ഗ് കാണുമ്പോൾ വെള്ളം ദാഹിച്ചില്ലെങ്കിൽ പോലും എനിക്ക് കുടിക്കണം തോന്നും കേട്ടോ. അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ അങ്ങനെ ആക്കി. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നത് ഇവിടെ ചെറിയൊരു പൂച്ചക്കുട്ടിയുണ്ട്. സോ അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്ത് കാട്ടി, പിന്നെ വീണ്ടും ഞാൻ എടുത്ത് വരയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട്, കാരണം പൂച്ചക്കുട്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂച്ചക്കുട്ടികളെ. എന്നിട്ട് പിന്നെ ഞാൻ അതൊക്കെ ചെയ്ത് വീണ്ടും വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഈ ജഗ്ഗ് കിട്ടിയതിന് പിന്നെ എനിക്ക് ഫുൾ ഓഫ് വെള്ളം കുടിക്കാനുള്ള മോട്ടിവേഷൻ ആയിട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ജഗ് ഓർ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുക. പിന്നെ ലാസ്റ്റ് കിടക്കേണ്ട സമയമായി. ബെഡൊക്കെ വിരിച്ച് കിടക്കാൻ വേണ്ടി പോവാണ്. ആ കുഷ്യനില്ലേ, ഒരു പിങ്ക് ഗ്രീൻ ആയിട്ടുള്ള, അത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് എനിക്ക് തോന്നിയപ്പോൾ, എനിക്ക് കുഷ്യൻ ക്യൂട്ടായിട്ട് വേണമെന്ന് തോന്നിയപ്പോൾ ഞാനായി ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. പിന്നെ ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ലൈക്ക് മറക്കാണ്ട് ചെയ്യണം. ഇതുപോലത്തെ ഒരുപാട് ക്യൂട്ട് വീഡിയോസ്, എസ്തെറ്റിക്, ഡേ ഇൻ മൈ ലൈഫ്, ഈവനിങ് റുട്ടീൻ, സ്റ്റഡി വ്ളോഗ്, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ വരുന്നതായിരിക്കും. ഏറ്റവും കൂടുതൽ ക്യൂട്ട് ക്രാഫ്റ്റ്സ് ആയിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.